ഹലോ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് ചായ കുടിക്കാൻ പോയത് കേട്ടോ. ഉച്ചതിരിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, 7 മണിയായിട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ പുറത്തേക്ക് പോയി. ഞങ്ങൾ ഇതിലെ വന്നിട്ടുണ്ടല്ലോ, ഇതിലെ ഇങ്ങോട്ട് പുറത്തേക്ക് പോകാന്നുള്ള ഇതിൽ ഉണ്ണിയും വന്നപ്പോൾ ഞങ്ങൾ 4 ആളും കൂടി പോയതാട്ടോ. അങ്ങനെ ഞങ്ങൾ പോയത് സെലക്ട് ദർബാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടേക്ക് 2-3ാമത്തെ വട്ടമാണ് പോണത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ വലിയ ഭക്ഷണമൊന്നും കഴിച്ചില്ല, എല്ലാവരും ഓരോ ദോശ കഴിച്ചു. ആഷ്ലി വെറുതെ ഒരു ജ്യൂസാ എന്തോ ഒരു കാപ്പി മാത്രമേ കുടിച്ചു. ആഷ്ലി കഴിച്ചോളൂ, ഡയറ്റിലാണ് ആഷ്ലി കേട്ടോ. അപ്പം ഞാനും ലിജോനും ഇന്ത്യയിലൊക്കെ ഓരോ ദോശ കഴിച്ചു. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ഫുഡ് കഴിയുകയും ചെയ്തു, ഒരു ചായ കുടിയാവുകയും ചെയ്തു. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ്. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ചായ കുടിക്കാൻ പോകാറുള്ള ആൾക്കാരൊക്കെ ആരൊക്കെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂട്ടോ. അതിന് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ പോകാത്തവർ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു ഇഷ്ടം വേറെ വരും എന്ന് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നണത് കേട്ടോ. നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ അങ്ങനെ രാത്രി വൈബിൽ, അതായത് ഒരു 7 മണി കഴിഞ്ഞാണെങ്കിൽ വേണ്ട 10 മണി ആയാലും നമുക്ക് ചായ കിട്ടും എവിടെ പോയാലും. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും. നമ്മുടെ മനസ്സിനൊക്കെ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ അകത്ത് കുത്തിയിരിക്കില്ല തന്നെയാണ് അല്ലേ. എൻ്റെ ഏജിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കാപ്പി വില വൈകുന്നേരം വന്ന് വൈകുന്നേരം നമുക്ക് കുടിക്കണമെങ്കിൽ ഓലക്കൊടി മുറ്റത്ത് നിന്ന് പോയിട്ട് പട്ടയെന്ന് ഓല എടുത്തു കൊടുന്ന് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ട് വേണം വല്ല പനിയോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കണമെങ്കിൽ രാത്രിയിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ അന്തരീക്ഷമുള്ള കാലമൊക്കെ നമ്മുടെ മറിഞ്ഞ് പുരോഗമിച്ചിട്ടുള്ളൊരു കാലമാണ്. അപ്പം നമ്മളതിലേക്ക് നീങ്ങി നമുക്ക് ഹാപ്പിനെസ്സായിട്ട് പോകാമെന്ന് മാത്രം. വലിയ കാശും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മളൊരു ഗ്ലാസ് ചായ കുടിച്ച് വലിയ വിഭവം നമുക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഒരു ദോശയോ അല്ലെങ്കിൽ ഒരു കടി എന്തെങ്കിലും കഴിച്ച് നമ്മൾ പോരണമെങ്കിൽ നമുക്ക് അതൊരു പുറമത്തൊരു കാറ്റും അതൊരു രസം തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ 7:30 ആകുമ്പോഴേക്കും പ്രാർത്ഥിച്ച് നമ്മൾ ചോറുണ്ട് കിടന്ന് നമ്മൾ ഉറങ്ങും, അങ്ങനെയല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ മാറി നമ്മുടെ. അപ്പം മനസ്സിനൊരു സന്തോഷമുള്ള കാലം. കുറേ എന്താ പറയുക, ശാസ്ത്രം ഇതായി ഇപ്പോൾ ഭൂമിയിൽ കുറേ നല്ല കാര്യങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാണ്ട് വീട്ടിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വരുമ്പോൾ നമ്മൾ ആ മാറ്റത്തിൽ കൂടെ ജീവിച്ചാൽ നമുക്ക് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകാമെന്ന് മാത്രം. അപ്പോൾ അതിനൊരു വൈബും അതിനൊരു കൂട്ടായ്മയും ഒരു സെറ്റൊക്കെ ആവുമെന്ന് മാത്രമാണ്. ഇപ്പോൾ അത് അങ്ങനെ ഒരു ഇതായിട്ടല്ല, ഒരു ഗ്യാങ്ങായിട്ട് അങ്ങനെ നമ്മൾ പോകുമ്പോൾ അതൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടാവില്ല. അപ്പോൾ നമ്മൾ പോണേന് ചിലപ്പോൾ നമ്മൾ നടക്കണം കണ്ടില്ല എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. കമൻസുകൾ അങ്ങനെ എല്ലാം പറയുന്നവരുണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ മനസ്സല്ലേ. നമ്മൾ തിരുത്താൻ ശ്രമിച്ചാലും തിരുത്താൻ സന്നദ്ധരല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരായിട്ട് അങ്ങനെയുള്ളവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. തിരുത്താൻ നമ്മളാവുന്നത് ശ്രമിക്കുക. നമ്മുടെ ഫാമിലി മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പുറത്തൊക്കെ പോയി അങ്ങനെ കഴിക്കാമെന്ന് പറയുമ്പോൾ ഒരു രസം തന്നെ. ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വരും. ഞങ്ങളങ്ങനെ പോവാറൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ അയൽവക്കത്തു നിന്നായാലും ആരെങ്കിലുമൊക്കെ ഇനി ഞങ്ങളങ്ങനെ പോകാറുണ്ട്. അപ്പം നമ്മുടെ ദിലാമു തകൃതിയായിട്ട് വീഡിയോ പിടിച്ച് കാണിച്ചു തരേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ കുറേ എടുത്തു വിട്ടു അവിടെ വെച്ചിട്ട്. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ആഷ്ലി നോക്കി നിൽക്കുക. അപ്പോഴേക്കും വണ്ടി വന്നപ്പോഴാണ് ബാഗ് എടുത്തില്ല. എൻ്റെ ബാഗ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബാഗ് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആഷ്ലി ഓടി പോയി ചായയുടെ നിന്ന് ബാഗ് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വിട്ട് വീട്ടിലേക്ക് പോന്നു. അപ്പം നമുക്കതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. രാത്രി ചായ കുടിക്കണ ഒരു വൈബ് തന്നെ. ഞാനങ്ങനെ പോയി തുടങ്ങിയപ്പോൾ ഇപ്പോൾ എനിക്കങ്ങനെ പോവാണ്ട് നമുക്ക് പുറത്തേക്ക് പോകാടാന്ന് ഞാൻ മോനോട് അങ്ങോട്ട് പറയും. അപ്പോൾ ചില ദിവസം ജോസേട്ടനെ പിടിക്കും. ജോസേട്ടന് പള്ളിയിൽ പരിപാടി ഉണ്ടെങ്കിൽ ആൾ വരില്ല, ചില ദിവസമൊക്കെ ആൾ വരും കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ ഒരു 9 മണിക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ ജോസേട്ടന് നല്ല ഒഴിവുണ്ടാവും. അപ്പോൾ ആൾ വരാറുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളങ്ങനെ നമുക്ക് പറ്റാവുന്ന സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് ഭൂമിയിൽ ജീവിക്കുക അല്ലേ. നമ്മൾ പണ്ട് കാലത്തൊക്കെ കുറേ ദുരിതം അനുഭവിച്ചിട്ടുള്ള മക്കളും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കൾ വരെ ദുരിതം തിരികെ അനുഭവിക്കാൻ ഇടവന്നിട്ടുള്ളവരാണ്. അപ്പം നമ്മൾ പണി 5 രൂപ കയ്യിലുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അത്യാവശ്യം നീക്കി ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോകാൻ നമ്മൾ ശ്രമിക്കുക. മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എല്ലാവർക്കും